സർവം മായ. നിവിൻ പോളിയുടെ പുതിയ പടമാണ് സർവം മായ. ഹൊറർ കോമഡി ഫാൻറ്റസി എൻ്റർടൈനർ. ഫിലിം റൈറ്റർ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസ് ആണ്. നിവിൻ പോളി, റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ, മധു വാര്യർ, പ്രീതി മുകുന്ദൻ, രഘുനാഥ് പലേരി, അൽഫോൺസ് പുത്രൻ എന്നിവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതുവരെ കണ്ടതിൽ നിന്നും നിവിൻ പോളിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളായിരുന്നു. ഒരു പൂജാരിയായിട്ടാണ് ഇതിൽ പുള്ളിക്കാരൻ അഭിനയിക്കുന്നത്. നിവിൻ പോളിയുടെ ഒരു രണ്ടാമത്തെ തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. കുറേ കാലങ്ങൾക്ക് ശേഷം നിവിൻ പോളിക്ക് ഒരു ബ്രേക്ക് കിട്ടുന്ന പടമാണ്. നിവിൻ പോളി ഫാൻസ് എല്ലാവരും ഹാപ്പി ആയിരിക്കും. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം കണ്ടിരിക്കാൻ തോന്നും. അത്യാവശ്യം കോമഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അജു വർഗീസിന്റെ ക്യാരക്ടറൊക്കെ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ പ്രേതം എന്ന് പറയുന്നത് ഒരു കോമഡി പ്രേതമാണ്. കാരണം ഇവിടെ മനുഷ്യരെ പോലെ വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരു പ്രേതമാണ്. അപ്പോൾ അതൊരു കോമഡി പീസ് പ്രേതമാണ്. ഇങ്ങനെയും പ്രേതങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് അഖിൽ സത്യന്റെ ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള പ്രേതമാവാം. ഇങ്ങനെയും പ്രേതങ്ങൾ ഉണ്ടാകാം, പറയാൻ പറ്റൂല. നമ്മൾ കണ്ടിട്ടുള്ളതാകെ എന്താ പറയുക, മനുഷ്യരെ ഉപദ്രവിക്കുന്ന പ്രേതങ്ങളൊക്കെയാണ്. ഈ പ്രേതം എന്ന് പറയുന്നത് മനുഷ്യരെ ഉപദ്രവിക്കുകയില്ല കേട്ടോ. ഈ പ്രേതത്തിന് പോലും അറിയില്ല ഇതൊരു പ്രേതമാണോ എന്നുള്ളൊരു കാര്യം. അപ്പം അത്തരത്തിലുള്ളൊരു പ്രേതമുണ്ട് ഈ സിനിമയിൽ. ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. കോമഡിയൊക്കെ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയെ കുറച്ച് നാളുകൾക്ക് ശേഷം ആളുകൾക്ക് കാണാൻ പറ്റി. ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഹൊററാണ്. പ്രേതം പോലും പലതും കണ്ട് പേടിക്കുന്ന ഒരു ഹൊറർ സിനിമയാണ്. ചിരിപ്പിക്കുന്ന ഒരു പ്രേതം, അതാണ്. ഇതൊരു പ്രേതമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു പ്രേതമാണ്. അജു വർഗീസിൻ്റെ കോമഡിയൊക്കെ പല സ്ഥലത്തും നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു, സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. വളരെ നാളുകൾക്ക് ശേഷം നിവിൻ പോളിയെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിവിൻ പോളിയുടെ മുൻകാല ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ ചിത്രങ്ങളോടൊന്നും കിടപിടിക്കാനായിട്ട് ഈ ചിത്രത്തിന് പറ്റൂല. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ക്ലൈമാക്സും കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആകാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഈ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടമായില്ല. എന്തായാലും നിവിൻ പോളി ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുമെന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ് സർവം മായ.